നമസ്കാരം സുഹൃത്തുക്കളെ, ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കുന്ന കാര്യങ്ങളാണ്. ഹാർവാർഡ് ഡോക്ടറായ ഡോക്ടർ വില്യം ലീ ഒരു കാര്യം പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക് സ്റ്റേജ് 4 ക്യാൻസർ ഉണ്ടായിരുന്നു. ഡോക്ടർ പറഞ്ഞു ഗെയിം ഓവർ. പക്ഷേ ഇന്ന് ആ അമ്മ 91 വയസ്സിൽ ആരോഗ്യത്തോടെ ജീവിക്കുന്നു. ക്യാൻസർ പൂർണ്ണമായും ഇല്ലാതായി. എങ്ങനെ സംഭവിച്ചു? അതാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ആദ്യം ഒരു ചോദ്യം: നിങ്ങൾ ഒരിക്കലും ക്യാൻസർ വരരുതേ എന്ന് പ്രാർത്ഥിക്കാറുണ്ടോ? എല്ലാവരും ഉണ്ട്, ഞാനും ഉണ്ടായിരുന്നു. പക്ഷെ ഡോക്ടർ ലീ പറയുന്നത് കേൾക്കും. നമ്മുടെ ശരീരത്തിൽ 40 ട്രില്യൺ കോശങ്ങളുണ്ട്. ഓരോ കോശവും DNA കോപ്പി ചെയ്ത് നിരന്തരം പുനർനിർമ്മിക്കുകയാണ്. ഈ കോപ്പി ചെയ്ത പ്രക്രിയയിൽ എല്ലാ 24 മണിക്കൂറിലും 10,000 തെറ്റുകൾ സംഭവിക്കുന്നു. ഓരോ തെറ്റും ഒരു സൂക്ഷ്മ ക്യാൻസറിൻ്റെ തുടക്കമാണ്. അതായത് നമ്മളെല്ലാവരും ഓരോ ദിവസവും ആയിരക്കണക്കിന് സൂക്ഷ്മ ക്യാൻസറുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എല്ലാവരും ക്യാൻസർ രോഗികളാകണ്ടേ? ഇത് നിങ്ങളുടെ മനസ്സിൽ വന്നില്ലേ? ഇല്ല. കാരണം നമ്മുടെ ശരീരത്തിന് ഒരു അത്ഭുതകരമായ സംരക്ഷണ സംവിധാനമുണ്ട്. ഈ സൂക്ഷ്മ ക്യാൻസറുകളെ ഒരു പോലീസ് വണ്ടി ഒരു നാട്ടിൽ പെട്രോളിംഗ് നടത്തുന്നത് പോലെ കണ്ടുപിടിച്ച് നശിപ്പിക്കുന്നു. ക്യാൻസർ ഭയക്കേണ്ടത് ഈ സംരക്ഷണ സംവിധാനം തകരുമ്പോൾ മാത്രമാണ്. ഇനിയൊരു പ്രധാനപ്പെട്ട കാര്യം: ഒരു ക്യാൻസർ ട്യൂമർ വളരണമെങ്കിൽ അതിന് ഭക്ഷണം വേണം. ആ ഭക്ഷണം എവിടെ നിന്ന് കിട്ടുന്നു? നമ്മുടെ രക്തക്കുഴലിൽ നിന്ന്. ക്യാൻസർ ചെറുതായിരിക്കുമ്പോൾ നമ്മുടെ ശരീരം അതിലേക്ക് രക്തക്കുഴൽ വളരാൻ സമ്മതിക്കില്ല, അതിനെ പട്ടിണിക്കിടും. പക്ഷേ ഈ സംരക്ഷണം ദുർബലമായാൽ ഒരൊറ്റ രക്തക്കുഴൽ ട്യൂമറിൽ തൊട്ടാൽ വെറും 2 ആഴ്ചയ്ക്കുള്ളിൽ അത് 16,000 മടങ്ങ് വളരും. ഇതാണ് ആൻജിയോജെനിസിസ്, രക്തക്കുഴൽ നിയന്ത്രണ സംവിധാനം. ഡോക്ടർ ലീ ക്യാൻസർ മരുന്നുകൾ ടെസ്റ്റ് ചെയ്യുന്ന ലാബിൽ ഒരു ദിവസം ഒരു പരീക്ഷണം നടത്തി. മരുന്നുകൾക്ക് പകരം ഭക്ഷണ ഘടകങ്ങൾ ടെസ്റ്റ് ചെയ്തു. ഫലം കണ്ടപ്പോൾ അദ്ദേഹം ഞെട്ടി. ഗ്രീൻ ടീ, ഉള്ളി, വെളുത്തുള്ളി, സ്ട്രോബെറി, ചുവന്ന മുന്തിരി ഇവ ക്യാൻസർ മരുന്നുകൾക്ക് തുല്യമായ ശക്തി കാണിച്ചു. ക്യാൻസറിലേക്കുള്ള രക്തക്കുഴൽ വളർച്ച തടഞ്ഞു. ക്യാൻസറിനെ പട്ടിണി കിട്ടു. 200-ലധികം ഭക്ഷണങ്ങൾ ഇങ്ങനെ ചെയ്യുമെന്ന് ഡോക്ടർ ലീ കണ്ടെത്തി. നമ്മുടെ ശരീരത്തിൻ്റെ സംരക്ഷണ ശക്തി തകർക്കുന്നത് എന്തൊക്കെയാണ്? 1. അധിക ഉപ്പ്. റെസ്റ്റോറൻറ്റ് ഭക്ഷണം, പ്രോസസ്ഡ് ഫുഡ് ഇവയിൽ ഉപ്പ് നിറഞ്ഞിരിക്കുന്നു. അധിക ഉപ്പ് സെല്ലുലാർ ഏജിംഗ് വേഗത്തിലാക്കുന്നു, രക്തക്കുഴൽ സംരക്ഷണ സംവിധാനം തകർക്കുന്നു. 2. അധിക പഞ്ചസാര. പഴങ്ങളിലെ പഞ്ചസാര പ്രശ്നമില്ല. ആഡഡ് ഷുഗർ, അതായത് ബിസ്ക്കറ്റ്, ഡ്രിങ്ക്സ്, പ്രോസസ്ഡ് ഫുഡിലുള്ള പഞ്ചസാര, ഇത് ഇൻസുലിൻ സംവിധാനം തകരാറിലാക്കും. ക്രമേണ ഡയബറ്റീസ്, പിന്നെ ക്യാൻസർ. 3. മദ്യം. ഡോക്ടർ ലീ വ്യക്തമായി പറഞ്ഞു, ആൽക്കഹോൾ ഒരു യൂണിവേഴ്സൽ ടോക്സിനാണ്. തലച്ചോർ, കരൾ, ഹൃദയം എല്ലാം ദോഷം. ചുവന്ന വൈനിൽ നല്ല ഘടകങ്ങളുണ്ട്, ശരിയാണ്. പക്ഷെ അത് ആൽക്കഹോൾ കൊണ്ടല്ല, ഉള്ളിലടങ്ങിയ പോളിഫെനോൾസ് കൊണ്ടാണ്. 4. ദീർഘകാല മാനസിക സമ്മർദ്ദം. ഒരു ദിവസത്തെ സ്ട്രെസ് ഓക്കെ, 2 ദിവസം ഓക്കെ, പക്ഷെ ആഴ്ചകളോളം തുടരുന്ന ടെൻഷൻ അത് നിങ്ങളുടെ രോഗപ്രതിരോധ ശക്തി നശിപ്പിക്കും. DNA തെറ്റുകൾ കൂട്ടും. ഉറക്കം പോയാൽ തലച്ചോർ വൃത്തിയാകില്ല, അപ്പോൾ തെറ്റായ ഭക്ഷണം കഴിക്കും. ഒരു ചെയിൻ റിയാക്ഷൻ ആണിത്. 5. മൈക്രോ പ്ലാസ്റ്റിക്സ്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ ഞെട്ടും. ആഴ്ചയിൽ ഒരു ക്രെഡിറ്റ് കാർഡ് അളവ് പ്ലാസ്റ്റിക് നാം കഴിക്കുന്നുണ്ടാകാം. നമ്മുടെ തലച്ചോറിൽ ഒരു പ്ലാസ്റ്റിക് സ്പൂൺ അളവ് പ്ലാസ്റ്റിക് കണ്ടെത്തിയിട്ടുണ്ട്. ഒരൊറ്റ ടീ ബാഗിൽ നിന്ന് 100 കോടി മൈക്രോ പ്ലാസ്റ്റിക് അണകൾ ചായയിലേക്ക് വരും. പരിഹാരം ലളിതമാണ്. ഗ്ലാസ് അല്ലെങ്കിൽ സെറാമിക് പാത്രങ്ങൾ ഉപയോഗിക്കുക. ടീ ബാഗ് ഒഴിവാക്കി ലൂസ് ലീഫ് ചായ കുടിക്കുക. ഇനി ഏറ്റവും പ്രധാനമായ ഭാഗം: 200-ലധികം ആരോഗ്യകരമായ ഭക്ഷണങ്ങൾ ഡോക്ടർ ലീ പഠിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഏറ്റവും ശക്തമായ 5 ഭക്ഷണങ്ങൾ ഇതാ. 1. കോഫിയും ചായയും. കോഫിയിൽ ക്ലോറോജനിക് ആസിഡ് എന്ന ഘടകമുണ്ട്. ഇത് ബ്രൗൺ ഫാറ്റ് ആക്ടിവേറ്റ് ചെയ്ത് ദോഷകരമായ കൊഴുപ്പ് കത്തിക്കുന്നു. ദിവസം 3 മുതൽ 4 കപ്പ് കോഫി ഇതിന് ഫലപ്രദമാണ്. ഇനി മാച്ച ഗ്രീൻ ടീ. ഇത് സാധാരണ ഗ്രീൻ ടീ അല്ല, ടീ ലീഫ് മുഴുവൻ പൊടിച്ചതാണ്. 100% പോളിഫെനോൾ കിട്ടും. ബ്രസ്റ്റ് ക്യാൻസർ സ്റ്റെം സെല്ലുകൾ നശിപ്പിക്കും. ഏൾ ഗ്രേ ട്രിക്. ഇത് ശ്രദ്ധേയമാണ്. ഡോക്ടർ ലീയുടെ ഗവേഷണത്തിൽ ഏൾ ഗ്രേ ആണ് രക്തക്കുഴൽ ആരോഗ്യം ഏറ്റവും നന്നായി സംരക്ഷിച്ചത്. ജാപ്പനീസ് ഗ്രീൻ ടീ ആയിരിക്കും ഒന്നാമത് എന്ന് കരുതിയിരുന്നു. ഫലം കണ്ടപ്പോൾ ഡോക്ടർ ലീ ഞെട്ടിപ്പോയി. പക്ഷെ ഒരു വാർണിംഗ്: ടീ ബാഗ് ഒഴിവാക്കണം, ലൂസ് ലീഫ് ആക്കുക. 2. ട്രീ നട്ട്സ്. വാൾനട്ട്, ബദാം, പിസ്ത, മക്കഡേമിയ ഇവ ക്യാൻസർ സ്റ്റെം സെല്ലുകൾ നശിപ്പിക്കുന്നു. ഫൈബർ, പ്രോട്ടീൻ, ആരോഗ്യകരമായ ഫാറ്റ് എല്ലാം ഉണ്ട്. പ്രോസസ്സ് ചെയ്ത ഉപ്പ് ചേർത്ത് വാങ്ങരുത്. വീട്ടിൽ തന്നെ ടോസ്റ്റ് ചെയ്ത് കഴിക്കും. 3. വേവിച്ച തക്കാളി. ഇത് കേരളക്കാർക്കൊരു ഗുഡ് ന്യൂസാണ്.
കറിയിലിടുന്ന തക്കാളി ഔഷധമാണ്. തക്കാളിയിൽ ലൈക്കോപ്പീൻ എന്ന ഘടകമുണ്ട്. അത് ക്യാൻസറിൻ്റെ രക്തക്കുഴൽ വളർച്ച തടയുന്നു. ആഴ്ചയിൽ 2-3 തവണ അരക്കപ്പ് വേവിച്ച തക്കാളി പ്രോസ്റ്റേറ്റ് ക്യാൻസർ സാധ്യത 29% കുറയ്ക്കുന്നു. ഒരു കാര്യം, അസംസ്കൃതമായ തക്കാളിക്ക് ഈ ഫലം കുറവാണ്. വേവിക്കുമ്പോൾ ലൈക്കോപ്പീനിയ ആഗിരണം കൂട്ടുന്നു. അതായത് തക്കാളി ചേർത്ത കറി, ചട്നി, ടൊമാറ്റോ സൂപ്പ് ഇവ ഒക്കെ ഉത്തമം. 4. ബെറീസ്. ബ്ലൂബെറി, സ്ട്രോബെറി, റാസ്ബെറി ഇവ പോളിഫെനോൾ നിറഞ്ഞതാണ്. വീക്കം കുറയ്ക്കുന്നു. റാസ്ബെറി ഇത് ഏറ്റവും കൂടുതൽ ഫൈബർ ഉള്ള ഭക്ഷണങ്ങളിൽ ഒന്നാണ്. 5. ഇലക്കറി. ചൈനീസ് ക്യാബേജ്, കറുവ, ചീര, ചിക്കറി പോലുള്ള ഇലക്കറികൾ ഇവ DNA സംരക്ഷണം നൽകുന്നു, വീക്കം കുറയ്ക്കുന്നു. ഇനി ഉറക്കത്തെക്കുറിച്ച് സംസാരിക്കാം. ഉറക്കം വെറും റെസ്റ്റ് അല്ല. ഉറക്കത്തിൽ ഗ്ലിംഫാറ്റിക് സിസ്റ്റം എന്ന ഒരു സംവിധാനം തലച്ചോറിലെ വിഷങ്ങൾ കഴുകിക്കളയുന്നു. ഇത് രാത്രി ഡീപ്പ് സ്ലീപ്പിൽ മാത്രം പ്രവർത്തിക്കും. ഉറക്കം കുറഞ്ഞാൽ ഈ ക്ലീനിങ് നടക്കില്ല. ബ്രെയിൻ ഫോഗി ആകും, തെറ്റായ ഭക്ഷണ തിരഞ്ഞെടുപ്പുണ്ടാകും, ഇൻഫ്ലമേഷൻ കൂടും, ക്യാൻസർ സാധ്യത ഉയരും. 8 മണിക്കൂർ ഉറക്കം ഇത് ലക്ഷറി അല്ല, മെഡിസിനാണ്. ഇനി ഉള്ളിലെ കൊഴുപ്പ്. സ്ലിം ആയ ആൾക്കും ഉള്ളിൽ അപകടകരമായ കൊഴുപ്പുണ്ടാകാം. ഇത് ഓർഗൻസിനിടയിൽ നിറഞ്ഞതാണ്. ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്നു. ആ ഇൻഫ്ലമേഷൻ ക്യാൻസർ വളർത്തുന്ന അന്തരീക്ഷം ഉണ്ടാക്കുന്നു. 15 തരം ക്യാൻസറിന് ആന്തരിക കൊഴുപ്പ് ബന്ധപ്പെട്ടിരിക്കുന്നു. ഗുഡ് ന്യൂസ് എന്തെന്നാൽ ബ്രൗൺ ഫാറ്റ് ഈ ദോഷകരമായ കൊഴുപ്പ് കത്തിക്കുന്നു. ഇത് ആക്ടിവേറ്റ് ചെയ്യാൻ തണുത്ത അന്തരീക്ഷം, കോഫി, ശരിയായ ഉറക്കം. ഇനി ഡോക്ടർ ലീയുടെ അമ്മയുടെ കഥ. 80 വയസ്സ്, സ്റ്റേജ് 4 ക്യാൻസർ. ഓങ്കോളജിസ്റ്റ് ഡോക്ടർ ലീയോട് പറഞ്ഞു, നിങ്ങളും ഡോക്ടറാണ്, ഇത് സീരിയസ് ആണ്, ഇനി ഗെയിം ഓവറാണ്. ആ സമയത്ത് ഇമ്മ്യൂണോതെറാപ്പി എന്ന ഒരു പുതിയ ചികിത്സ വന്നിരുന്നു. കീമോതെറാപ്പി ശരീരത്തെ പോയിസൺ ചെയ്യുന്നു. ഇമ്മ്യൂണോതെറാപ്പി ശരീരത്തിൻ്റെ സ്വന്തം സൈന്യത്തെ ഉണർത്തുന്നു. ട്രീറ്റ്മെൻറ്റ് 9 ആഴ്ച, സ്റ്റേജ് 4 നിന്ന് സ്റ്റേജ് 0 കീമോതെറാപ്പി ഒരൊറ്റ തവണ പോലും കൊടുത്തില്ല. ഇന്ന് ആ അമ്മ 91 വയസ്സിൽ ക്യാൻസർ ഫ്രീ ആണ്. ഇനി ഒരു ഇമ്പോർട്ടൻ്റ് പോയിന്റ്, ഈ ഇമ്മ്യൂണോതെറാപ്പിക്ക് റെസ്പോൺസ് ഉണ്ടാകണമെങ്കിൽ കുടലിൽ അക്രമാൻഷിയ മ്യൂസിനിഫില എന്ന ഒരു ബാക്ടീരിയ ഉണ്ടായിരിക്കണം. ഈ ബാക്ടീരിയ വളർത്തുന്ന ഭക്ഷണങ്ങൾ മാതളനാരകം, ക്രാൻബെറി, ചൈനീസ് ബ്ലാക്ക് വിനെഗർ, ചില്ലി പെപ്പർ അതായത് നമ്മുടെ ചുമന്ന മുളക് ഇവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഫാസ്റ്റിംഗ് ഇതൊരു ട്രെൻഡല്ല, ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള ആചാരമാണ്. ഡോക്ടർ ലീ ഒരു സിമ്പിൾ മെത്തേഡ് പറഞ്ഞു. ഇങ്ങനെ ചെയ്യൂ: രാത്രി 8 മണിക്ക് ഭക്ഷണം നിർത്തുക, 11 മണിക്ക് ഉറങ്ങൂ, ഇത് 3 മണിക്കൂർ ഫാസ്റ്റ്. 7 മണിക്ക് എഴുന്നേൽക്കൂ, ഇത് 8 മണിക്കൂർ ഉറക്കം. ഉടൻ കഴിക്കരുത്, 1 മണിക്കൂർ കൂടി കാത്തിരിക്കൂ. ആകെ 12 മണിക്കൂർ ഫാസ്റ്റ്, ഒരു ബുദ്ധിമുട്ടുമില്ലാതെ. ഈ സമയത്ത് ശരീരം ഹാംഫുൾ ഫാറ്റ് കത്തിക്കുന്നു, സെൽസ് റിപ്പയർ ആകുന്നു, ഇമ്മ്യൂൺ സിസ്റ്റം റീചാർജ് ആകുന്നു. സുഹൃത്തുക്കളെ, ഈ വീഡിയോ കണ്ടതിന് ശേഷം ഒരു കാര്യം ഓർക്കൂ: നിങ്ങൾ ദിവസം 5 തവണ ഭക്ഷണം കഴിക്കുന്നു. ഓരോ തവണയും ഒരു തിരഞ്ഞെടുപ്പാണ്. ശരീരത്തെ സഹായിക്കണോ ദ്രോഹിക്കണോ എന്ന തിരഞ്ഞെടുപ്പ്. ഡോക്ടർ ലീ പറഞ്ഞത് ഓർക്കൂ: 200 ആരോഗ്യകരമായ ഭക്ഷണങ്ങളുടെ ലിസ്റ്റ് നോക്കൂ. നിങ്ങൾ ഇതിനകം ഇഷ്ടപ്പെടുന്ന ഭക്ഷണങ്ങൾ ഉണ്ടാകും, അതുമാത്രം കഴിക്കൂ, അത് തന്നെ ധാരാളം. ഭക്ഷണം ഔഷധമാണ്. ആ ഔഷധം ഓരോ ദിനവും ഓരോ നേരവും നിങ്ങളുടെ കയ്യിലുണ്ട്. ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ഇടൂ. ഇത് ബന്ധുക്കൾക്കും സ്നേഹിതർക്കും ഷെയർ ചെയ്യൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നമുക്ക് വീണ്ടും കാണാം. നന്ദി.